വി ശിവദാസൻ, അങ്ങ് കൂടി സസ്പെൻഷനിലായ ഒരു അംഗമാണ്, രാജ്യസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു അംഗമാണ്. ഇപ്പോൾ ഈ സഭയ്ക്ക് പുറത്തു നിൽക്കുന്ന ബി.ജി. വിഷ്ണു, നമുക്ക് പുറത്തു കേൾക്കുന്ന കാര്യങ്ങൾ മാത്രമേ വിഷ്ണുവിനും അത് സംബന്ധിച്ച് പറയാൻ കഴിയുകയുള്ളൂ. എന്താണ് സഭയിൽ സംഭവിച്ചതെന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും മറുപടി പറയണം, വാതുറക്കണം എന്ന് പറയുന്നത് അക്ഷന്തിമമായ ഒരു അപരാധമാണോ? ഒന്ന്, ബി.ജെ.പിയുടെ നേതൃത്വത്തിന് ബില്ലുകൾ ചർച്ച ചെയ്യണമെന്നില്ല, അതെല്ലാം അവരുടെ സഭയിലെ ഭൂരിപക്ഷം വെച്ച് പാസ്സാക്കാം എന്നൊരു ധാർച്ചയുണ്ട്. ബി.ജെ.പിയുടെ എം.പിമാർ തന്നെ അവർക്കിടയിൽ തന്നെ ഈ മോദിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള വലിയ നിലയിലുള്ള പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. അവർക്കാർക്കും വിയോജിപ്പുകൾ ആവുന്നില്ല എന്നുള്ള പ്രയാസമാണ് അവരെ നയിക്കുന്നത്. ഒരു ഏകാധിപതിയുടെ എല്ലാ നിലയിലുമുള്ള അടിച്ചമർത്തലാണ് പാർലമെൻറ്റിനകത്ത് ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഘടകകക്ഷികളുടെ എൻ.ഡി.എയിലെ പാർട്ടി നേതൃത്വത്തിൻ്റെ ഒക്കെ ഭാഗത്തു നിന്ന് വലിയ പ്രശ്നങ്ങൾ അവർ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചെറുതും വലുതുമായി ഉള്ള വിമർശനങ്ങൾ. എന്നാൽ അവരെയൊക്കെ കീഴ്പ്പെടുത്തുന്നതിന് മോദിയുടെയും അമിത്ഷായുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട്. അത് IT, ED തുടങ്ങിയ അന്വേഷണ സംവിധാനങ്ങളാണ്. അത് ആന്ധ്രാപ്രദേശിലെ ജഗനെ ഭീഷണിപ്പെടുത്താനാണെങ്കിലും ഒറീസയിലെ ബിജു ജനതാദളിൻ്റെ ആളുകളെ ഭീഷണിപ്പെടുത്താനാണെങ്കിലും ഇതൊക്കെയുണ്ട്. അതുകൊണ്ട് അവരിൽ പലർക്കും അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ബി.ജെ.പിയുടെ നേതാക്കന്മാർ തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, EDയും IT ഒക്കെ ഉപയോഗിക്കാനുള്ളതാണ് എന്നല്ലേ അവർ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഉപയോഗിക്കാനാണ് എന്നുള്ളത് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെൻറ്റിൽ ബില്ലുകൾ ഇത്തരത്തിൽ ചർച്ചകൾ ഏതുമില്ലാതെ പാസ്സാക്കുന്നു. ആ ബില്ലുകൾ ജനക്ഷേമത്തിന് വേണ്ടിയുള്ള ബില്ലല്ല. അദാനിയെ സംരക്ഷിക്കാനും ഇവിടുത്തെ വ്യവസായികളായിട്ടുള്ള പല ആളുകൾക്കും, ഇത് വൻകിട കുത്തകകളായിട്ടുള്ള സർക്കാരിനെ കോടികൾ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ വീണ്ടും സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബില്ലുകളാണ് പലതും വന്നുകൊണ്ടിരിക്കുന്നത്. അത് പോസ്റ്റ് ഓഫീസ് ബില്ലാണെങ്കിലും ടെലികോം ബില്ലാണെങ്കിലും ഒക്കെ. ആ സഭയിൽ തന്നെ ഇരിക്കുന്ന കൊറിയർ കമ്പനിയുടെ മുതലാളിയൊക്കെ ബി.ജെ.പിയുടെ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാവുന്നവരാണ്. അപ്പം അവരെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടി ബില്ലുകൾ കൊണ്ടുവരുന്നു. ഇന്ന് മഹുവാമുഖത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, പ്രതിപക്ഷമില്ലാത്ത ഇപ്പോഴത്തെ സഭ എന്നുള്ളത് അദാനിയുടെ ഓഹരി ഉടമകളുടെ സമ്മേളനം മാത്രമായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ജനങ്ങളുടെ പ്രതിനിധികൾ വേണ്ടേ? അവിടെ ബില്ലുകൾ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങളുടെ വിമർശനങ്ങൾ കേൾക്കാനുള്ള ബാധ്യത ഭരണകക്ഷിക്കില്ലേ? അവരതിനെക്കുറിച്ച് വിശദീകരിക്കണ്ടേ? പ്രതിപക്ഷം ഉന്നയിക്കുന്ന ന്യായമായിട്ടുള്ള ആവശ്യങ്ങളോട് ചെറിയ നിലയിലെങ്കിലും പ്രതികരിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും അവർ നിർവഹിക്കണ്ടേ? ഇവിടെ ചാണകത്തിൻ്റെ കാര്യവും അതുപോലെ ഗോമൂത്രത്തിൻ്റെ മേന്മയും നിറഞ്ഞ് നടക്കുക എന്നുള്ളതല്ലല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിനകത്ത് നടത്തേണ്ടുന്ന കാര്യം. ഇവിടെ ബി.ജെ.പി എന്താ ചെയ്യുന്നത്? ഇവർ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ബില്ല് അവതരിപ്പിക്കുന്നുണ്ടോ? നിയമനിർമ്മാണം നടത്തുന്നുണ്ടോ? കർഷകരെ ആകെ മുച്ചൂടം മുടിക്കുന്നതിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നു, ഫാം ആക്ട് കൊണ്ടുവന്നു. ഒടുവിൽ സമരത്തെ തുടർന്ന്, അതി ഉജ്ജ്വലമായിട്ടുള്ള ബഹുജന സമരത്തെ തുടർന്ന് 850ഓളം ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ തുടർച്ചയിൽ അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. ആദ്യം അതിനു മുമ്പായിട്ട് അവിടെ സഭയിലെ ആളുകൾ ഈ വിഷയം ഉന്നയിച്ചിരുന്നല്ലോ. നമ്മുടെ എളമരം കരീമും കെ രാഗേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് ഇവർ പിൻവലിച്ചില്ല. എപ്പോഴാണ് പിൻവലിക്കുന്നത്? ഇവർക്ക് ഉത്തരേന്ത്യയിൽ തിരഞ്ഞെടുപ്പിൽ നിലം തൊടാൻ പറ്റാത്ത നിലയിൽ പരാജയമുണ്ടാകുമെന്ന് തോന്നിയപ്പോഴാണ് ഇവർ പിൻവലിക്കുന്നത്. ഇവിടെ ഇലക്ട്രിസിറ്റി ബില്ല് കൊണ്ടുവരാൻ നോക്കുന്നു. അതുപോലെ പല ബില്ലുകൾ, പോസ്റ്റ് ഓഫീസ് ബില്ലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ബില്ലാണ്. അതിന് കൈകൊന്തിച്ചു കൊടുക്കലല്ല, കൈപൊക്കി കൊടുക്കലല്ല പ്രതിപക്ഷത്തിൻ്റെ പണി എന്നുള്ളത്. അവിടെ പ്രതിപക്ഷത്തെ മാനിക്കാൻ തയ്യാറാകുക. പ്രതിപക്ഷത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കുന്നില്ല. പ്രതിപക്ഷത്ത് നിന്ന് ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഉടൻ മന്ത്രിമാർ ഇടപെടുന്നു. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവുമല്ലോ മന്ത്രിമാരുടെ ഇടപെടുന്നു, എന്നിട്ടോ തടസ്സപ്പെടുത്തുന്നു. അതിന് ആരനുവാദം കൊടുക്കുന്നു എന്നുള്ളതും നാം കണ്ടിട്ടുള്ളതാണ്. അവിടെ ആളുകളൊക്കെ, പ്രതിപക്ഷ നിരയിലുള്ളവരും ഭരണപക്ഷ നിരയിലുള്ളവരും എല്ലാം പറയുന്ന ഒരു കാര്യം എന്താ? എല്ലാ സമയവും സഭാധ്യക്ഷന്മാർ യാതൊരു വിധത്തിലും ഏതെങ്കിലും ഒരു പക്ഷത്തിന് വേണ്ടി നിലകൊള്ളരുത് എന്നാണ്. അപ്പോൾ അങ്ങനെ സഭയിൽ സഭാധ്യക്ഷന്മാർ പക്ഷപാതപരമായി പെരുമാറരുത് എന്ന് രണ്ട് സഭയിലും സഭാംഗങ്ങൾ പറയുന്നു. അതിനൊപ്പം ഞങ്ങൾക്ക് ചർച്ച ചെയ്യാനുണ്ടെന്ന് പറയുന്നു. മൂന്നാമതായി പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടെല്ലാം നിഷേധാത്മകമായ സമീപനം തുടർച്ചയായി എടുക്കുമ്പോൾ, പറയാൻ അവസരം കിട്ടാതിരിക്കുമ്പോൾ പ്ലക്കാർഡുമായി വരികയല്ലാതെ പിന്നെന്ത് ചെയ്യും? ആ പറയാൻ തുറന്ന് സംസാരിക്കാൻ
അവസരം കിട്ടാത്ത ഒരു ഇടമായിട്ട് ജനാധിപത്യത്തിൻ്റെ മഹാശ്രീകോവിലിനെ മാറ്റി തീർക്കുമ്പോൾ പ്രതിഷേധിക്കാൻ നടുത്തിളത്തിൽ ഇറങ്ങി എന്നുള്ളതിനെ കൊടും പാതകമാക്കിയിട്ട് മാറ്റാൻ പറ്റുമോ? പുറത്തുനിന്ന് വന്ന ആളുകൾ സഭയിലേക്ക് ചാടിയിട്ട് അവിടെ പുകവും പറഞ്ഞതിനെക്കുറിച്ച് ഒരു പ്രശ്നവുമില്ല, ഒരു ചർച്ചയില്ല. അതിന് ശുപാർശ ചെയ്തു കൊടുത്ത MP സുരക്ഷിതനായി നിൽക്കുകയാണ്. ഒരു ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല. എന്തേ ചോദ്യം ചെയ്യലില്ലാത്തത്? അതിൻ്റെ കാരണം അയാൾ BJPയുടെ MP ആണ് എന്നുള്ളത് മാത്രമല്ല, വിഷം വമിക്കുന്ന നിരവധി പ്രസംഗങ്ങൾ കൂടെ നടത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. കർണാടകത്തിൽ എല്ലാ കുഴപ്പങ്ങളുടെയും കലാപങ്ങളുടെയും പിന്നിലുള്ള ആളുകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഈ MP-യുടെ BJP-ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന, RSSന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ ഈ വിഷയത്തിൽ സുതാര്യവും സുരക്ഷിതമായിട്ടുള്ള ചർച്ച സുപ്രധാനം.